പുഷ്പ നമ്മുടെ പുഷ്പ. കാത്തിരിപ്പിന്റെ ഫലം വളരെ പ്ലസ് പോയിന്റ് ആയിരുന്നു. മൂവി ഒരു ടോട്ടൽ പാക്കേജ് ആണ് മൂവി. സ്കോർ ഇത് രണ്ടും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. ഫഹദ് പിന്നെ പറയാം എന്താ പറയുക, ഓരോ ക്യാരക്ടറും ഫഹദ് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അല്ലു അർജുൻ പിന്നെ പറയാനില്ലല്ലോ, അല്ലു മാസമായിരുന്നു, മാസ് എൻട്രി, മൊത്തം മൂവി മാസമായിരുന്നു. കിട്ടു പൊളി. രാഷ്മിക എങ്ങനെയുണ്ട്? രശ്മിക പിന്നെ എല്ലാവരുടെയും എന്താ പറയുക, ഒരു ക്രഷാണല്ലോ രശ്മിക എന്ന് പറയുന്നത്. ഏത് കാലത്തെ ജനറേഷനിലെ ക്രഷാണ് രശ്മിക. ഓസമായിരുന്നു. ഇവൻ മൂവി അതിലുള്ള മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും പൊളിയായിരുന്നു. സൂപ്പർ. നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നത്? നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാവണമെന്ന് ഞാൻ പറയാം. ബിക്കോസ് എന്താ പറയുക, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അടിപൊളിയായിരുന്നു. പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 ഒരു ഡിഫറെൻ്റ് തന്നെയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലും എന്താ ഡിഫറെൻ്റ് തന്നെയായിരുന്നു എന്ന് പറയുന്നത്. പടം ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഫഹദ് പിന്നെ അല്ലു അർജുൻ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ വനിതാ തിയേറ്ററിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. വനിതാ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് ഈ 4 തിയേറ്ററും ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആ അല്ലു അർജുൻ്റെ ആ ഒരു ഇത് എന്താണെന്ന്, പവർ എന്താണെന്ന് അറിയാലോ. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു രക്ഷയില്ല. 4 മണിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഞാൻ വരുന്നിട്ടില്ല. ടിക്കറ്റ് എടുത്ത് ഒരാഴ്ചയായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എന്താ വെച്ചാൽ പവർ പാക്ക് എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലൊക്കെ നമ്മൾ വിചാരിക്കണില്ല. ഇത്രയും ഫഹദിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആളുടെ പവർ, ഈ ഫിലിം സത്യം പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ടതാണ്. ഇത് ഒരു കാരണവശാലും തിയേറ്ററിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഒരു പവർ പാക്കാണ്. നമുക്ക് ഈ പടം കാണുമ്പോൾ തന്നെ അറിയാം. സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താണെന്നറിയില്ല, നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് ഈ പടം കാണുമ്പോൾ. ആ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സത്യം പറഞ്ഞാൽ വേറെ ലെവൽ പടം. പുഷ്പ 2 ആക്ഷനൊക്കെ എങ്ങനെയുണ്ട് പടത്തിൽ? ആക്ഷനൊക്കെ ഒരു രക്ഷയില്ല. ആക്ഷനൊക്കെ വേറെ ലെവല്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പടം കാണുമ്പോൾ ഇത്രയും നമ്മളൊരു പവറാണ്, പ്രത്യേക ഒരു എന്താണെന്നറിയില്ല, നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പവർ നമുക്ക് കിട്ടണത്. അതെന്താണെന്ന് അത് ആ അല്ലു അർജുൻ്റെ ആ ഒരു പവർ തന്നെയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് ഈ 4 തിയേറ്ററും ഫസ്റ്റ് ഡേ ഇത്രയും ഫുള്ളാണെന്നുണ്ടെങ്കിൽ ആളുടെ പവർ ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെയാണ്, ഒരു രക്ഷയില്ല. ഈ പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 എങ്ങനെയുണ്ട്? പാർട്ട് 2 ആണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് പാർട്ട് 2 തന്നെയാണ്. ഫാസിൽ ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഫഹദ് ഫാസിൽ ഓക്കെയാണ്. അല്ലു അർജുൻ അടിപൊളിയാണ്. പക്ഷേ സിനിമ മേക്കിംഗ് വളരെ മോശമായിട്ടാണ് പോയിട്ടുള്ളത്. കഥ ഒക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പാർട്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട് 2 എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വേണ്ടാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ട് ഒരു ഡ്രാമ പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു നാടകം കാണുന്ന പോലെ, ഷോർട്ട് ഫിലിം കാണുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പാർട്ട് 3 വരുന്നുണ്ടെന്ന് പറയുന്നു. പാർട്ട് 3 കാണിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല. വേറെ എന്തൊക്കെയാണ് മികച്ചതായിട്ട് തോന്നിയ സിനിമ? അടിപൊളിയായിട്ട് തോന്നി. ഈ പടം ബോച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അല്ലു അർജുൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് പുഷ്പ 2 ഇനി 3 വരുന്നുണ്ട്. ഫഹദ് ഫാസിലും അല്ലു അർജുനും കോംബോ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കാരണം എനിക്കിഷ്ടപ്പെട്ടു. പാട്ടാണെങ്കിലും ബീജിയമാണെങ്കിലും ആക്ടിങ് എല്ലാം വേറെ ലെവലാണ്, മാസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഫാമിലി ത്രില്ലറാണ്. എല്ലാവരും കാണേണ്ട ഒരു പടം തന്നെയാണ്. എന്നാലും 3ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉറപ്പിച്ചു തരാം, 3-ാം ഭാഗത്തിനായിട്ട് ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഇതിലെ വലിയ ടിസ്റ്റാ പടത്തിലാണ്. ഗംഭീരം. ഫഹദ് ഫാസിൽ പൊളിയാണ്. എന്നാലും അല്ലു അർജുൻ അടിപൊളി. ഗംഭീരം. ഫയറാണ്, വൈൽഡ് ഫയർ ആണെന്ന് തന്നെ പറയാം. തീ പാറുന്ന, ത്രസിപ്പിക്കുന്ന, ഉജ്ജ്വലമായിട്ടുള്ള നമ്മുടെ അല്ലു അർജുൻ്റെ പെർഫോമൻസ്, ഐക്കൺ സ്റ്റാറിൻ്റെ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസും ആക്ഷൻ സീക്വൻസും എല്ലാം കൊണ്ടും തന്നെ മലയാളത്തിൽ കടത്തി വിട്ടുന്ന സിനിമ തന്നെയാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു ഡീസൻ്റ് ആക്ടിങ് ആണ്. ആരുടെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി? രേഷ്മയുടെ ആക്ടിങ് കുറച്ച് രേഷ്മയാ? മറ്റേ നായികയില്ലേ, രശ്മിക ആക്ടിങ് നല്ല റൊമാൻറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. ആർക്ക്? രേഷ്മിക. നിനക്ക് വന്നോ? അല്ല, കഥാപാത്രത്തിന്റെ ഫീലിംഗ്. നിനക്ക് ഫീലിംഗ്? ആ ഫീലിംഗ് വന്നു. നീ തന്നെ പുഷ്പയായിട്ട് വന്നതാണോ? പുഷ്പയുടെ ചെറിയ കോസ്റ്റ്യൂം പുഷ്പയുടെ ആണോ? പുഷ്പ
പുഷ്പത പുഷ്പ മട്ടുമേ എന്താ പറയാ ഫ്ലവർ അല്ല ഫയർ വൈൽഡ് ഫയർ വൈൽഡ് ഫയർ പുഷ്പ 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 നമ്മുടെ പുഷ്പ അല്ലു അർജുൻ്റെ പുഷ്പ ഡിസംബർ 5 പുഷ്പടാ. പുഷ്പയുടെ ഡാൻസ് കണ്ടിട്ട് നിനക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയോ?